അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ സിനിമകളിൽ നർമ്മങ്ങൾ എപ്പോഴും മുഴുമിച്ച് നിന്നിരുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെ എപ്പോഴും വേറിട്ടതാക്കിയതും. ആ ഒരു കാര്യം അദ്ദേഹം എപ്പോഴും നർമ്മത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകി എന്നതാണ്. ഒരുപക്ഷെ ഈ തമാശയ്ക്കൊപ്പം കഥയോട് ചേർന്ന് നിൽക്കുന്ന നാടകീയത അത് ഷാഫിയുടെ ചിത്രങ്ങളെ ഏറ്റവും മികച്ചതാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമുക്കറിയാം, തിയേറ്ററിലൊരു പൊട്ടിച്ചിരിയുടെ പൂത്തിരിയൊക്കെ സൃഷ്ടിക്കുക അത് എല്ലാ സംവിധായകർക്കും കഴിയില്ല. അങ്ങനെ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ച ഒരു സംവിധായകനാണ് ഷാഫി. അത് നിരവധി തവണ അദ്ദേഹത്തിന് അങ്ങനെ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യ ചിത്രം വൺമാൻ ഷോ, രണ്ടാമത്തെ ചിത്രം കല്യാണരാമൻ, മൂന്നാമത്തെ ചിത്രം പുലിവാൽ കല്യാണം. അങ്ങനെ ഈ 3 ചിത്രങ്ങൾ എടുത്താൽ പോലും ഏറ്റവും മികച്ച ഷാഫിയുടെ ചിത്രങ്ങളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കണ്ട കല്യാണരാമനിലെ ഈ പോഞ്ഞിക്കരയും പ്യാരിയും അടക്കമുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മായാതെ, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഇങ്ങനെ മായാതെ നിൽക്കും. നമ്മളെയൊക്കെ അവരോടൊപ്പം ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊപ്പം നമ്മളും ജീവിക്കുന്നു എന്ന പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. അത്തരം സിനിമകൾ ഷാഫിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമാ മേഖലയിലെ ആ ഒരു കുടുംബ പശ്ചാത്തലം തന്നെയായിരിക്കും. അത് വേറൊന്നുമല്ല, ഈ സിദ്ദിഖിൻ്റെയും അതോടൊപ്പം തന്നെ ഈ റാഫിയും അവരൊക്കെയാണ് ഇവരുടെ സഹോദരങ്ങൾ. അപ്പോൾ ഈ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലൊക്കെ പിറന്ന ഒരുപാട് സിനിമകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാഫി മക്കാട്ടിൻ കൂട്ടുകെട്ടിലും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മികച്ച സിനിമകൾ അദ്ദേഹത്തിന് നിർമ്മിക്കാൻ അങ്ങനെ കഴിഞ്ഞു. അതാണ് ഈ പറയുന്ന രീതിയിൽ ഷാഫിയെ കൂടുതൽ വ്യത്യസ്തനാക്കുന്നത്. അത് എപ്പോഴും ഷാഫിയുടെ സിനിമകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. ഈ തമാശയ്ക്ക് ഒപ്പം ആ കഥയോട് ചേർന്ന് നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിൽ ചിരിയുടെ ഒരു പുതു വസന്തം വിരിയിക്കാൻ ഈ ഷാഫിക്കായിട്ടുണ്ട്. രാജസേനൻ്റെയും അതോടൊപ്പം തന്നെ റാഫി മക്കാട്ടിൻ്റെയും ചിത്രങ്ങളിലൂടെ സഹസംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. 1990 ഷാഫി സിനിമാ രംഗത്തിലേക്ക്. തീർച്ചയായും ശ്യാമ്